ഹായ്, വെൽക്കം ടു പഠിക്കാം രസിക്കാം യൂട്യൂബ് ചാനൽ. 3ാം ക്ലാസ്സുകാരുടെ മാത്സ് ക്ലാസ്സാണ് ഇന്ന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അതായത് 3 രൂപങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചിരുന്നല്ലോ മാത്സിൽ: ചതുരം, വൃത്തം, ത്രികോണം. ഇന്നത്തെ ക്ലാസ്സിൽ ത്രികോണത്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ട്രയാങ്കിൾ അഥവാ ത്രികോണം. ത്രികോണാകൃതിയിലുള്ള ഷേപ്പിലുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മയുണ്ടോ? സമോസ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, ക്രാക്കർ, പടക്കത്തിന് ത്രികോണാകൃതിയാണ്. അതുപോലെ ചില സിഗ്നലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീച്ചർ ക്ലാസ്സിലൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് ഈ മുന്നറിയിപ്പ് സിഗ്നലൊക്കെ ഇപ്പോൾ സ്കൂളുണ്ട് അങ്ങനെയൊക്കെ കാണിക്കുന്ന സിഗ്നലുകളുടെ അടുത്തുണ്ട് എന്നുള്ള അർത്ഥത്തിലൊക്കെ. അപ്പം അങ്ങനെ ഈ റോഡിലുള്ള സിഗ്നൽസൊക്കെ എന്താണ്, ത്രികോണാകൃതിയിലാണ് കാണിക്കുന്നത്. പിന്നെ ചില വീടിൻ്റെയൊക്കെ മേൽക്കൂരകൾ, റൂഫൊക്കെ ത്രികോണാകൃതിയിൽ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു ത്രികോണം. ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് 3 സൈഡ് ഉണ്ടായിരിക്കും. കണ്ടോ, 1, 2, 3 വശങ്ങളാണ് ഉണ്ടായിരിക്കുക. അതാണ് ഇന്ന് മെയിനായിട്ട് പറഞ്ഞ കാര്യം. ട്രയാങ്കിൾസ് ഹാവ് 3 സൈഡ്സ്. ത്രികോണങ്ങൾക്ക് 3 വശങ്ങളുണ്ട്. ഇനി പല ടൈപ്പ് ത്രികോണങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് ഉയർന്ന ക്ലാസ്സുകളിലായിരിക്കും പഠിക്കുക കേട്ടോ. ഇനി ഇത് ടെക്സ്റ്റ് ബുക്കിൽ 54-ാമത്തെ പേജിൽ ഒരു ആക്ടിവിറ്റിയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ കളർ ചെയ്യാനൊക്കെയാണ്, നല്ലോണം അട്രാക്റ്റഡ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിലൊക്കെ കളർ ചെയ്ത് ഭംഗിയാക്കുക. പിന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് തീപ്പെട്ടി കമ്പൊക്കെ ഉപയോഗിച്ചിട്ട് പലതരത്തിലുള്ള ത്രികോണങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചപ്പോൾ ഇതുപോലെയോ അല്ലാണ്ടൊക്കെ ഒരുപാട് രൂപങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ സ്റ്റാറൊക്കെ പോലെ എന്ന് ടീച്ചർ ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെയൊക്കെ തീപ്പെട്ടി കമ്പുകളൊക്കെ ചേർത്ത് വെച്ചും അല്ലാതെയും വരച്ചും വെട്ടിയൊക്കെ ഒട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ രൂപങ്ങളൊക്കെ. അപ്പം അങ്ങനെയുള്ള വർക്കൊക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.